2024-26 ബാച്ചിലെ ഇലക്ട്രിക്കൽ ട്രേഡിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഈവനിംഗ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം 2026 ഞങ്ങളുടെ സെക്കൻഡ് ഇയർ സമാപിക്കുമ്പോൾ നൽകാനിരിക്കുന്ന പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മളോട് ചെയ്തിരിക്കുന്നത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രകൃതി ഊർജ ആരോഗ്യ സംരക്ഷണം എന്ന വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മൾ ഈ പ്രൊജക്റ്റിലൂടെ അർത്ഥമാക്കുന്നു. വ്യായാമം ചെയ്യുന്നതോടൊപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. ഈ വ്യായാമ മെഷീനിലേക്ക് ഒരു ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോയും 12 വോൾട്ട് DC നൽകുന്ന ഒരു ബാറ്ററിയും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സൈക്ലിംഗ് വിത്ത് റണ്ണിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് മെഷീനാണ്. അതിനോട് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ആൾട്ടർനേറ്റർ, ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി, ഇത്ര സാധനങ്ങളാണ് നമ്മളിതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വൈദ്യുതി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷൻ ബൾബും ഘടിപ്പിച്ചിരിക്കുന്നു. ഓൾട്ടർനേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം ഓർബിറ്റ് ട്രാക്ക്, ബൈക്ക് മെഷീൻ, ഡ്യുവൽ ആക്ഷനിൽ പ്രവർത്തിക്കുന്നതാണ്. സൈക്ലിംഗ് ആയും ഓടുന്ന രീതിയിലുമാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിലേക്ക് 12 വോൾട്ട് ഡൈനാമോ ഘടിപ്പിച്ചിരിക്കുന്നു. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ഡൈനാമോയുടെ ഫീൽഡിലേക്ക് എത്തുകയും ഫീൽഡ് മാഗ്നറ്റ് ആവുകയും ചെയ്യുന്നു. ഇതിൻ്റെ RPM ഏകദേശം 2000 ആണ്. മെഷീനിൽ വ്യായാമം ചെയ്യുമ്പോൾ ഡൈനാമോയുടെ ആർമേച്ചർ കറങ്ങുകയും ഫീൽഡിലുള്ള മാഗ്നറ്റ് ഫ്ലക്സിനെ കട്ട് ചെയ്യുകയും ആർമേച്ചറിൽ ഒരു EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ വൈദ്യുതി ഇൻവെർട്ടറിലെത്തുകയും ബാറ്ററി ചാർജ് ആവുകയും ചെയ്യുന്നു. സ്റ്റോർ ചെയ്ത വൈദ്യുതി നമുക്ക് ബൾബുകൾ കത്തിക്കുന്നതിനും മറ്റു ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് AC-യിലായിരിക്കും. സാധാരണ വീടുകളിലും മറ്റ് ജിം സ്ഥാപനങ്ങളിലും വ്യായാമത്തോടൊപ്പം ആവശ്യമായ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ത്തോടൊപ്പം വൈദ്യുതി എന്ന് ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ വ്യായാമം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. മറ്റ് വ്യായാമം ചെയ്യുന്ന ജിമ്മുകളിൽ നമുക്ക് സൈക്ലിംഗ് വിത്ത് റണ്ണിങ്ങിനോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കിത് പ്രവർത്തിപ്പിക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പ്രകൃതി ഊർജ ആരോഗ്യ സംരക്ഷണം എന്നുള്ളതാണ്. വൈദ്യുതി ഉണ്ടാകുന്നത് വ്യായാമത്തോടൊപ്പമാണ്. വ്യായാമത്തോടൊപ്പം വൈദ്യുതി ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.